So basically what I am going to do now is ഒരു മുട്ട പൊരിക്കാൻ പറ്റിയ ഡ്രസ്സ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു മുട്ട പൊരിക്കാനുള്ള സാധനം എടുക്കാം. അതിനുണ്ട് മുട്ട എടുക്കണം. ഓക്കെ ഓക്കെ not bad. Okay, and ശേഷം we'll take the next egg, do the same thing. As you can see, I'm not a pro. I'm not. Okay, അതിനുശേഷം ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. It will be better if you add matching to my outfit. അതിനുശേഷം ദൈവം സഹായിച്ച് മമ്മിക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ തന്നെ ഉള്ളിലേക്ക് തൊലി പൊളിച്ച് കൊടുത്തു. സോ അതെനിക്ക് തന്നെ ഉപകാരത്തിൽ വന്നു. മിക്കപ്പോഴും ട്രസ്റ്റ് മീ, മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ അതായത് മമ്മിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇൻസ്റ്റൻ്റ്ലി കം ബാക്ക്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് എന്നൊന്നും പറയാനില്ല. ഞാൻ കുഞ്ഞു കാര്യങ്ങളാട്ടോ പറയണത്. അതായത് ഇൻസ്റ്റൻ്റായിട്ട് ആ നല്ല കാര്യം എന്നെ ഹെൽപ്പ് ചെയ്യും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം തന്നെ ഇത് ഞാൻ കാലത്ത് മമ്മി എന്നോട് ഉള്ളി അരിയാൻ പറഞ്ഞു. ഉള്ളിയുടെ തൊലി പൊളിക്കണമായിരുന്നു ബീഫ് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഐ ഹാവ് ലോട്ട് ഓഫ് ടൈം, ഐ ഹാവ് ഇനഫ് ടൈം ടു ഡു ദാറ്റ്. അപ്പം ഞാൻ കുറച്ച് എക്സ്ട്രാ ഉള്ളി ഇങ്ങനെ തൊലി കളഞ്ഞു വെച്ചു. അപ്പോൾ മമ്മിക്ക് എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ട് ആൻഡ് ലുക്ക് അറ്റ്. അപ്പം ഇന്ന് മമ്മിക്ക് പുറത്ത് കൊണ്ടൊക്കെ ആവശ്യമുള്ള ബിസി ആയതുകൊണ്ട് ഷീ ടോൾഡ് മീ ടു ഡു ദിസ് നോ. അപ്പോൾ നേരത്തെ ഞാൻ മമ്മിക്ക് അതിൻ്റെ എക്സ്ട്രാ വെച്ചതാണ് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഐ ആം ഓൾവേസ് സർപ്രൈസ്ഡ് ബൈ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. So if we have true intentions when you do something, that goodness, that good will always return to you no matter what. And yeah, video ichu ഞാൻ പറയായിരുന്നേ ഈ ഉള്ളിക്ക് തൊലി പൊളിച്ചത് എനിക്ക് തന്നെ ഉപകാരത്തിൽ വന്നത്, അല്ലാതെ പല പ്രാവശ്യമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് യു ഹാവ് ട്രൂ ഇൻറ്റൻഷൻസ്, wherever you go, നമ്മളെ തന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ന് പോയപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയില്ലേ? എക്സ്ക്യൂസ് മീ. അതിന് ശേഷം അല്പം ഉപ്പ് മമ്മിയുണ്ട്. എത്ര ഇട്ടാൽ മതിയോ? എത്ര മുട്ട? 2. അയ്യോ 3 ഇടാൻ വന്നതല്ലേ. അനുസരണ എന്ന് പറഞ്ഞത് എനിക്ക് തീരെ അടുത്തുകൂടെ പോയില്ല. 3 വർഷം വെച്ച് an idea can change your life.
അയ്യോ അതൊക്കെ താത്തിയിടുക അത്രയും ഉയർത്തിയിട്ടാ പേടിയാ. അത് നമ്മൾ 2 മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് വാസ് കുറയ്ക്കുമ്പോൾ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. ഉപ്പ് എങ്ങനെ കൂടിപ്പോയാൽ ഇറ്റ് വിൽ ബി റിയലി ബാഡ്. കുറഞ്ഞു പോയാലും മുട്ടയ്ക്ക് തീരെ നല്ലതല്ല. മുട്ട പൊരിച്ചതിന് ഒട്ടും വളരെ അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഉപ്പ് ചേർത്താൽ എപ്പോഴും ഒന്നില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ കുറഞ്ഞ് ലൈക്ക് ആശാൻ്റെ നെഞ്ഞത്ത് അല്ലെങ്കിൽ കളറിക്ക് പുറത്ത്. സോ ഇതിൽ രണ്ടിലേതെങ്കിലാണ് സംഭവിക്കാറ്. കുറച്ചും മുളക് കൂടി ആവാം. കുറച്ച് മതി, കാരണം നമ്മൾ പച്ചമുളക് നമുക്ക് എസ്പെഷ്യലി പച്ചമുളക് ഇട്ട് ഇഷ്ടം. സോ നന്നായിട്ട് ബീറ്റ് ചെയ്യണതിനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും ചിലപ്പോൾ. കൈ കഴിച്ചു പോയി. സൺഫ്ലവർ ഓയിലിൽ ഒരു മുട്ട പൊരിക്കണമെന്ന് ചോദിച്ചപ്പോൾ നമുക്കിത് വേണ്ട. ചേഞ്ചസ് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ അത് ആകെ കറിയുള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഇസ് നോട്ട് ദെയർ. നല്ല കാര്യം. ചിക്കൻ ഉണ്ട് ഇവിടെ, വിച്ച് ഈസ് ഫോർ പപ്പ. അവർക്ക് നോമ്പില്ല, നമുക്ക് നോമ്പുണ്ട്. ഗ്രീൻ ടീ വേണോ? I am not in a mood to take video, but still I am going to be consistent. It's chicken. Beef curry. നെല്ലിക്കച്ചാറല്ലേ? നെല്ലിക്കച്ചാർ, മുട്ട പൊരിച്ചത്. Such an amazing combination which all should try. കണ്ടടഞ്ഞു പോണു. ഇതാണ് നമ്മുടെ സ്വന്തം ആത്തച്ചക്ക. മുട്ട പൊരിച്ചത് വേണ്ടേ? എനിക്ക് ആത്തച്ചക്ക, കപ്പ, മുട്ട പൊരിച്ചത്. നമുക്ക് മുട്ട പൊരിച്ചതും വേണ്ട. എന്തൊക്കെയാ അത്? ഏതൊക്കെ തിന്നും? ഞാൻ കടിച്ചു മുറിച്ച് തിന്നണ്ടേ? ഇനി ജനിക്കുമ്പോൾ തൊട്ടിട്ട് നീ കഴിക്കണത് ഒരു പുഴുവിൻ്റെ ഫ്രൂട്ട്സ് ആണെങ്കിലോ? അപ്പോൾ കുഴപ്പമില്ല. അപ്പം അത് യൂസ്ഡ് ആയില്ലേ? പിന്നെന്താ? ഡോണ്ട് മൈൻഡ് ദാറ്റ്. ആ പാട്ടിനെ മ്യൂട്ട് ചെയ്യും. ആൾക്കാർ പുഴുവിനെ വാർത്തയിടണം, വണ്ട് വാർത്തയിടണം. ചിക്കൻ ചൂട് കൂടാൻ കഴിക്കാനില്ല. ഓക്കെ, നല്ല ചിക്കനാണ് കഴിച്ചോ? ഞാൻ നോമ്പാണ്, എന്നെ പ്രലോഭിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പുഴവില്ലാന്ന് വിചാരിക്കുന്നു. ഗുഡ്, വെരി ഗുഡ്. ബൈ. മമ്മി നോമ്പാണ്.